நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ തിരുച്ചാഴലിലെ അവസാനത്തെ ഭാഗങ്ങളിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. നോക്കൂ, പർവ്വതരാജൻ തൻ്റെ പുത്രിയെ പരസ്യമായി ശർവന് കല്യാണം ചെയ്ത് ഏൽപ്പിച്ചതെന്തിനെന്നാൽ, ഈ വിധം ശിവൻ വേട്ടില്ലെങ്കിൽ ഈ ലോകം തന്നുൾ ചൈതന്യഭാവം വീണ്ടും നിലനിൽക്കാതെ പോവും. പർവ്വതരാജനായ ഹിമവാൻ എന്തിനാണ് തൻ്റെ പ്രിയപുത്രിയായ ഉമാദേവിയെ ശിവന് കല്യാണം കഴിച്ചു കൊടുത്തത് എന്ന് തോഴി ചോദിക്കുകയാണ്. അതിന് മറ്റൊരു തോഴിയുടെ മറുപടി ഇതാണ്: ഈ വിധം ശിവൻ വേട്ടില്ലെങ്കിൽ ഈ ലോകം തന്നുൾ ചൈതന്യഭാവം വീണ്ടും നിലനിൽക്കാതെ പോകും. അപ്പോൾ ചൈതന്യം ഈ ലോകത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ശിവൻ പാർവതീദേവിയെ, ശക്തിസ്വരൂപിണിയായ പാർവതീദേവിയെ വിവാഹം കഴിച്ചത്. ശിവൻ നിസ്സംഗനാണ്. ശിവന് ശക്തി ലഭിക്കണമെങ്കിൽ, സൃഷ്ടിക്കാനുള്ള കഴിവ് വേണമെങ്കിൽ ശക്തി കൂടിയേ തീരൂ. അപ്പോൾ ശക്തിയാണ് ഉമാദേവി. ആ ശക്തിയെ കൈക്കൊണ്ടാൽ മാത്രമേ ശിവശക്തി മേളനത്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടികളെല്ലാം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ശിവഭഗവാൻ ശക്തിദേവിയായ ഉമയെ വിവാഹം കഴിച്ചെന്ന് പറയണം. അതായത് ചൈതന്യം എന്ന് വെച്ചാൽ ശിവന് നിവൃത്തി, പ്രവൃത്തി എന്ന രണ്ട് ഭാവങ്ങളുണ്ട്. ലോക സൃഷ്ടിക്ക് പ്രവൃത്തി ചൈതന്യമാണ് ആവശ്യം. അപ്പോൾ ലോകത്തെ സൃഷ്ടിക്കണമെങ്കിൽ ചൈതന്യം വേണം. അതിനാൽ ബ്രഹ്മചൈതന്യം സ്വയം രണ്ടായി പിരിഞ്ഞ് ഈശ്വരനും മൂലപ്രകൃതിയുമായി തീരുന്നു. ഈശ്വര സാന്നിധ്യത്തിൽ മൂലപ്രകൃതിയാണ് ശക്തിസ്വരൂപിണിയായ ഉമ. സൃഷ്ടി നടത്തുന്നത് ഈ പ്രകൃതി മായയാണ്, പാർവതി. അതിനാൽ ശിവൻ മൂലം ലോകത്തിന് നന്മയുണ്ടാകാൻ വേണ്ടി ഹിമവാൻ പാർവതിയെ ശിവന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ലോകത്തിൽ സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ പാർവതി ദേവി കൂടിയേ കഴിയും. അതുകൊണ്ടാണ് ശിവചൈതന്യത്തിന് പാർവതിയാകുന്ന ശക്തി ചൈതന്യത്തെ ഹിമവാൻ വിവാഹം ചെയ്തു കൊടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ പാർവതീദേവി ഇല്ല എങ്കിൽ, ഉമാദേവി ഇല്ല എങ്കിൽ, ശക്തിസ്വരൂപിണിയായ ദേവി ഇല്ല എങ്കിൽ ശിവന് ഒന്ന് അനങ്ങാൻ പോലും പറ്റില്ല. സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ശ്ലോകത്തിൽ ശിവശക്തിയായുക്തോ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ശക്തിയില്ലെങ്കിൽ ശിവന് ഒന്ന് സ്പന്ദിക്കാൻ പോലും കഴിയില്ല. ആ തരത്തിൽ ശിവൻ നിസ്സംഗനാണ്. ആ നിസ്സംഗനായ ശിവന് പ്രവൃത്തി രൂപം നൽകണമെങ്കിൽ, സൃഷ്ടി ചെയ്യണമെങ്കിൽ ശക്തിസ്വരൂപിണിയായ ദേവി കൂടിയേ തീരൂ. അതുകൊണ്ടാണ് ഹിമവാൻ തൻ്റെ പുത്രിയെ ലോക നന്മയ്ക്ക് വേണ്ടി ശിവന് വിവാഹം ചെയ്തു കൊടുത്തത് എന്നാണ് തോഴി അതിന് ഉത്തരം പറയുന്നത്. അടുത്ത പാടൽ നോക്കൂ. തേൻ ചുരന്നൊഴുക്കിയിടും ചിൽസഭ തന്നിലാടും ദേവൻ തൻ നൃത്തം ആലങ്കാട്ടിലും ചെയ്തില്ലെങ്കിൽ, മാംസം നുറുക്കിയിടുന്ന വേലായുധത്താൽ കാളി ഹിംസിച്ച് ഈ ലോകത്തെ തന്നെ ആഹാരമാക്കി തീർക്കും. തോഴി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. തേൻ ചുരന്നൊഴുക്കിയിടും
ചിൽസഭ തന്നിൽ ദേവൻ എന്തിനാണ് എപ്പോഴും ഈ ആലങ്കാട്ടിലെ തില്ലയിൽ നൃത്തമാടുന്നത്? അപ്പോൾ ഈ തില്ല ക്ഷേത്രത്തിൽ, തില്ല എന്ന ആ ആലങ്കാട്ടിൽ എന്തിനാണ് ശിവൻ എപ്പോഴും നൃത്തമാടിക്കൊണ്ടേയിരിക്കുന്നത്? അതിനുത്തരം ഇതാണ്. മാംസം നുറുക്കിയിടുന്ന വേലായുധത്താൽ കാളി ഹിംസിച്ച് ഈ ലോകത്തെ തന്നെ ആഹാരമാക്കി തീർക്കും. കാളി ഈ ലോകത്തെ മുഴുവനും ഹിംസിച്ച് തൻ്റെ ആഹാരമാക്കി തീർക്കും. അങ്ങനെ ആഹാരമാക്കി തീർക്കാതിരിക്കണമെങ്കിൽ കാളിയുടെ ശക്തിസ്വരൂപിണിയായ കാളിയെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? ശിവനാണ്. അതുകൊണ്ടാണ് ശിവൻ നൃത്തമാടുന്നത്. ശിവനോടൊത്ത് ദേവിയും നൃത്തമാടുന്നു. അങ്ങനെ സംഹാരത്തിൽ നിന്ന് സംരക്ഷണത്തിലേക്ക് ദേവി മാറുന്നു. അങ്ങനെ സംഹാരം നടത്താതെ ദേവി സംരക്ഷണം, പ്രജകൾക്കെല്ലാം സംരക്ഷണം നൽകുന്ന തലത്തിലേക്ക് ദേവിയെ ആനന്ദ നൃത്തത്തിൽ തന്നോടൊപ്പം കൂട്ടിച്ചേർത്ത് ശിവനാണ്. അതുകൊണ്ടാണ് ആലങ്കാട്ടിൽ ശിവൻ എപ്പോഴും നൃത്തമാടിക്കൊണ്ടിരിക്കുമ്പോൾ പാർവതി ദേവിയും ആ നൃത്തത്തിൻ്റെ കൂടെ ചുവട് വയ്ക്കും. അതിനു വേണ്ടിയിട്ടാണ് സംഹാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി സംരക്ഷണ കവചം സാധാരണ മനുഷ്യർക്ക് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് പാർവതി ദേവി അവിടെ ശിവനൃത്തത്തിൻ്റെ കൂടെ നൃത്തമാടുന്നത്. ഇല്ലെങ്കിൽ അവൾ സംഹാരരൂപിണിയായി മാറും. ആ സംഹാരത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ്, ദേവിയുടെ സംഹാര ശക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആനന്ദ നൃത്തം ശിവൻ എപ്പോഴും ആലങ്കാട്ടിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അടുത്ത പാടൽ നോക്കൂ. ആനയും അശ്വം തേരും തേടാതെ കാള തന്മേൽ യാനം ചെയ്യുന്നതെന്തേ? തോഴി ചോദിക്കുകയാണ്. ആന, അശ്വം, തേര്, ഇങ്ങനെ വിപുലമായൊരു സൈന്യം തന്നെ ശിവഭഗവാനുണ്ട്. എന്നിട്ട് ആ ശിവഭഗവാൻ ആനയുടെ പുറത്തോ അശ്വത്തിൻ്റെ പുറത്തോ തേരിലോ സഞ്ചരിക്കാതെ എന്തിനാണ് ഈ കാളയുടെ പുറത്തിങ്ങനെ യാത്ര ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അതിനുത്തരം തോഴി പറയുന്നു. മന്ദസ്മിതാഗ്നി തൂകി മുപ്പുരം ചുട്ട ദേവൻ അന്നേ മുതൽക്ക് വിഷ്ണു കാളയായി ചമഞ്ഞല്ലോ. അതായത് മുപ്പുരം ദഹിപ്പിച്ചവനാണ്, മുപ്പുര വൈരിയാണ് ശിവൻ. മുപ്പുരങ്ങളെ മുഴുവൻ നശിപ്പിച്ച ആ ശിവഭഗവാന്റെ മഹത്വം കണ്ടിട്ടാണ് വിഷ്ണു കാളയായി അവതരിച്ചിട്ട് ശിവൻ്റെ വാഹനമായി തരുന്നത്. അപ്പോൾ ശിവൻ്റെ വാഹനം കാളയാണ്. ഈ കാള ആരുടെ അവതാരമാണ്? വിഷ്ണു ഭഗവാന്റെ അവതാരമാണ്. എന്താണ് അവതരിക്കാൻ കാരണം? ശിവഭഗവാൻ 3 ലോകങ്ങളെയും നശിപ്പിച്ചു. അങ്ങനെ ലോകങ്ങളെ നശിപ്പിച്ച 3 ത്രിപുരങ്ങളെയും നശിപ്പിച്ച ആ ശിവനോടുള്ള കടപ്പാട് കൊണ്ടാണ് വിഷ്ണു ഭഗവാൻ കാളയായി അവതരിച്ചത്. അങ്ങനെ കാളയായ വിഷ്ണു ഭഗവാനെ ആ കാളപ്പുറത്ത് ശിവൻ സഞ്ചരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വിഷ്ണുവാണ് കാള എന്ന് ഇവിടെ ഒരു പുതിയ അറിവ് നമുക്ക് നൽകുകയാണ്. മാണിക്യവാചകർ ഏതോ പുരാണങ്ങളിൽ നിന്നെടുത്തതായിരിക്കണം. വിഷ്ണു ഭഗവാൻ കാളയായി അവതരിച്ചു. ആ കാളയെയാണ് ശിവൻ വാഹനമായി സ്വീകരിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. മുപ്പുരങ്ങൾ ദഹിപ്പിച്ച ശിവനോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു ഈ നന്ദീരൂപത്തിൽ നന്ദീശനായി അവതരിച്ചത്. ഇനി അടുത്ത ഭാഗം നോക്കൂ. പണ്ടൊരു കല്ലാലിൻ കീഴ് സനകർ 4 പേർക്കും വേദങ്ങൾ 4 മോദി, വേദാർത്ഥ സാരമോദി, ധർമാർത്ഥ കാമം 3 ചുട്ടരിച്ചിട്ടൊടുക്കം മോക്ഷത്തിൽ പാദമൂന്നി ക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ ശിവൻ്റെ മറ്റൊരു പ്രത്യേകതയെക്കുറിച്ചുള്ള സംശയം ചോദിക്കുകയാണ്. പണ്ട് കല്ലാൽ ചുവട്ടിൽ വച്ച് ശിവൻ സനകർക്ക് 4 പേർക്ക് ജ്ഞാനോപദേശം കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണത് എന്നാണ് ചോദ്യം. അതിനുള്ള ഉത്തരം ഇതാണ്.
പണ്ടൊരു കല്ലാലിൻ കീഴ് സനകർ 4 പേർക്കും വേദങ്ങൾ 4 മോദി. 4 വേദങ്ങളും ഋഗ്വേദാദി 4 വേദങ്ങളും ഈ സനകാദികൾക്ക് പറഞ്ഞു കൊടുത്തത് ശിവനാണ്. മാത്രമല്ല അതിൻ്റെ വേദാർത്ഥ സാരവും സനകാദികൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ധർമ്മം അർത്ഥം കാമം 3 ചുട്ടരിച്ചു. ധർമ്മം അർത്ഥം കാമം 3 ഉപദേശിക്കേണ്ടി വന്നില്ല. കാരണം സനകാദികൾക്കാണ് ഉപദേശിക്കുന്നത്. അവർക്ക് ഈ ധർമാർത്ഥ കാമങ്ങൾ നന്നായിട്ടറിയാം. അതുകൊണ്ട് ധർമാർത്ഥ കാമങ്ങൾ 3 പഠിപ്പിച്ചില്ല. പിന്നെ 4-ാമത്തേതായ മോക്ഷശാസ്ത്രം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ധർമ്മം അർത്ഥം കാമം മോക്ഷം 4-ാമത്തെ പ്രധാനപ്പെട്ട മോക്ഷം എന്താണെന്ന് 4-ാമത്തെ മോക്ഷം അനുഭവമാക്കി കൊടുത്തു സനകാദികൾക്ക്. അപ്പോൾ ശിവൻ ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും പറ്റി പറയാതിരുന്നത് സനകാദികൾക്ക് അവ നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ്. പിന്നെ കൂടുതൽ അറിയേണ്ടത് മോക്ഷത്തെക്കുറിച്ചിട്ടാണ്. ആ മോക്ഷത്തെക്കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും മാത്രമല്ല, അത് അനുഭവപ്പെടുത്തി സനകാദികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ശിവൻ. അപ്പോൾ മോക്ഷം എന്താണ് എന്ന് അനുഭവിച്ചറിയാൻ അവിടെ സനകാദികൾക്ക് കഴിഞ്ഞു. അപ്പോൾ മാണിക്യവാചകർ പറയുന്നത് തനിക്കും ഈ മോക്ഷാനുഭൂതി പഠിപ്പിച്ചു തന്നത് ശിവഭഗവാനാണ് എന്നുകൂടി ധ്വനിപ്പിക്കുന്നുണ്ട്. അതായത് ഭഗവാന് ശക്തിനിപാതം നൽകിയ ശേഷം ശിവഭഗവാൻ മാണിക്യവാചകർക്ക് മോക്ഷസുഖം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ആ മോക്ഷസുഖത്തിൻ്റെ തെളിവാണ് തിരുവാചകം. അതായത് തിരുവാചകം പഠിക്കുന്നതിലൂടെ ഒരാൾക്ക് മോക്ഷസുഖാനുഭൂതി ഉണ്ടാകും. തിരുവാചകം മോക്ഷശാസ്ത്രമാണ്. അത് ഭക്തിശാസ്ത്രം മാത്രമല്ല, മോക്ഷശാസ്ത്രം കൂടിയാണ് തിരുവാചകം. അപ്പോൾ തിരുവാചകം പഠിക്കുന്നതിലൂടെ ഒരാൾ ശിവനിൽ നിന്ന് മോക്ഷസുഖം എങ്ങനെയാണോ സനകാദികൾ കൈപ്പറ്റിയത് അതേപോലെ തന്നെ തിരുവാചകത്തിൽ നിന്ന്, മാണിക്യവാചകരുടെ ശ്രേഷ്ഠമായ തിരുവാചകത്തിൽ നിന്ന് ഈ മോക്ഷസുഖാനുഭൂതി നേടുമെന്ന് മാണിക്യവാചകർ നമ്മളോട് അനുഭൂതിദായകമായി പറയുന്നു. തനിക്ക് മോക്ഷം കിട്ടി. ആ മോക്ഷസുഖം മാണിക്യവാചകർ ഭക്തരായ അല്ലെങ്കിൽ സാധകന്മാരായ നമുക്കും പകർന്നു തരികയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് തിരുവാചകം പഠിച്ചു കഴിയുമ്പോൾ, തിരുവാചകത്തിൻ്റെ അവസാനത്തെ പാടലും നാം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മോക്ഷസുഖാപ്തിയിൽ നീന്തി തുടിക്കുകയായിരിക്കും. മോക്ഷമാകുന്ന സുഖ സമുദ്രത്തിൽ, മോക്ഷമാകുന്ന ആനന്ദ സമുദ്രത്തിൽ നാം എത്തിച്ചേരും, അതിൽ നീന്തി തുടിക്കും എന്നാണ് മാണിക്യവാചകർ ഈ വാക്കുകളിലൂടെ ധ്വനിപ്പിക്കുന്നത്. അപ്പോൾ മോക്ഷസുഖം നൽകുന്ന ശാസ്ത്രഗ്രന്ഥം കൂടിയാണ് ഇവിടെ തിരുവാചകം. അത് ഭക്തിയിലൂടെയും ജ്ഞാനത്തിലൂടെയുമാണ് ഈ മോക്ഷസുഖത്തിലേക്ക് മാണിക്യവാചകർ നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഈ ചോദ്യോത്തര പങ്ക്തി തന്നെ മോക്ഷശാസ്ത്രമാണ്. ഒരു തോഴി ശിവൻ്റെ വിഭൂതികളെക്കുറിച്ച്, ശിവൻ്റെ മഹത്വത്തെക്കുറിച്ച് അനേകം ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് അതിന് ഉത്തരത്തിലൂടെ നാം ജ്ഞാനസിദ്ധി നേടുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ സിദ്ധിയായ ജ്ഞാനസിദ്ധി നൽകുന്ന ഒരു ശാസ്ത്രഗ്രന്ഥമാണ് തിരുവാചകം. ഭക്തിയിലൂടെ ജ്ഞാനത്തിലെത്തിച്ചേരുന്ന ഒരു ശാസ്ത്രഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ഒരു ഭക്തിശാസ്ത്ര ജ്ഞാനഗ്രന്ഥമാണ് തിരുവാചകം എന്ന് പറയാം. ഇനി നോക്കൂ, പുള്ളികൾ പാറും പുലിത്തോല് ആടയാക്കും, ഉള്ളം കൊള്ളുന്ന കാകോളം തനിക്ക് ഊണുമാക്കും. എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണ് തൊഴി. ഉള്ളതെപ്പോഴുമുണ്ട്, നിത്യത്വം സംശയിക്കാനുള്ളതെന്നല്ല ചൊല്ലിയിടുന്നത് ഇതിന് ഉത്തരമായി. അപ്പോൾ തോഴി ചോദിക്കുകയാണ്, പുള്ളികൾ പാറുന്ന പുലിത്തോലെടുത്ത് ഉള്ളം കൊല്ലുന്ന, അതായത്
ഒരാളെ ജീവൻ അപഹരിക്കുന്ന കാകോളം എന്തിനാണ് ശിവൻ കുടിച്ചത്? പുലിത്തോലുടുത്തുകൊണ്ട് കാകോളം കഴിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കണം. അതിന് ഉത്തരം ഇതാണ്: ഉള്ളത് എപ്പോഴുമുണ്ട് നിത്യത്വം, സംശയിക്കാനുള്ളതെന്നല്ല. അപ്പോൾ എപ്പോഴും നിത്യത്വം ഉള്ളത് എപ്പോഴും ഉണ്ട് എന്ന് കാണിക്കണം. ഞാനുണ്ട്, നിത്യത്വം എപ്പോഴുമുണ്ട് എന്ന്. അതായത് ശാശ്വതമായ ശിവത്വം നമ്മിൽ കുടികൊള്ളുന്നു. നമ്മുടെ ഹൃദയവാസിയാണ് ശിവനെന്ന് നാം പറയാറുണ്ടല്ലോ. ഹൃദയത്തിൽ വസിക്കുന്ന ആ നിത്യത്വമാണ് ശിവം. അങ്ങനെ ഹൃദയവാസിയായ ഞാനുണ്ട് എന്ന അനുഭവം. ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഞാനുണ്ട്. ഞാൻ എപ്പോഴുമുണ്ട്, നിത്യനാണ്. അങ്ങനെ നിത്യത്വമുള്ള ഞാൻ എപ്പോഴും ഉണ്ട് എന്ന് വാചാലമായി പറയുകയാണ് ശിവൻ കാളകൂടം കഴിക്കുന്നതിലൂടെ ചെയ്യുന്നത്. അതായത് കാളകൂടം ആരെയും കൊല്ലാൻ പര്യാപ്തമായ വിഷമാണ്. എന്നിട്ടും ശിവൻ മരിക്കുന്നില്ല. ശിവൻ ചിരഞ്ജീവിയായി മാറുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം ഞാനുണ്ട് എന്ന നിത്യത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ശിവൻ കാളകൂടം കഴിച്ചത്. അപ്പോൾ കാളകൂട വിഷത്തിന് പോലും ഒരാളെ കൊല്ലാൻ കഴിയില്ല. അല്ലെങ്കിൽ മരണമാകുന്ന കാളകൂടത്തിന് ഒരിക്കലും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല. ഞാൻ മരിച്ചാലും ഞാനുണ്ട്. എന്നിലെ ശിവം ഉണ്ട്, ജീവിക്കുന്നു. അതിനൊരിക്കലും മരണമില്ല. അത് നിത്യമാണ്. നിത്യമായ ശിവമാണ് ഞാൻ. ശിവോഹം എന്ന അവസ്ഥയിലാണ് ഞാൻ എപ്പോഴും കഴിയുന്നത്. അങ്ങനെ നിത്യത്വം എപ്പോഴും എന്നിൽ കുടികൊള്ളുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശിവൻ കാളകൂടം കഴിച്ചത്. മുന്നം ആ തണലിൽ കൂടി സനകാദികൾക്ക് നാഥൻ ജ്ഞാനമേകിയത് എന്തിന്? സനകാദികൾക്ക് എന്തിനാണ് ജ്ഞാനശാസ്ത്രം ഉപദേശിച്ച് ജ്ഞാനികളാക്കി മാറ്റിയത് എന്ന് തോഴി ചോദിക്കുകയാണ്. അതിനുത്തരം പറയുകയാണ് തോഴി: സത്യത്തെ ബോധിപ്പിച്ചില്ലെന്നാൽ അവർക്ക് പിന്നും സത്യമല്ലാത്ത ദേഹബോധം സ്ഫുരിക്കുമല്ലോ. അപ്പോൾ സത്യം ബോധം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശിവൻ സനകാദികൾക്ക് ജ്ഞാനശാസ്ത്രം ഉപദേശിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നാം ജ്ഞാനശാസ്ത്രം പഠിക്കുന്നത്? ജ്ഞാനിയാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം സത്യമല്ലാത്ത ദേഹബോധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സത്യസുന്ദരമായ സത്യസുന്ദരമായ ആ ഞാൻ എന്ന ആ അഹം, അഹം നിലനിർത്താൻ വേണ്ടി, എപ്പോഴും നിലനിൽക്കുന്നു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സത്യസ്വരൂപമായ ശിവത്തെ ശിവൻ ജ്ഞാനമാർഗത്തിലൂടെ ഉപദേശിച്ചത്. അപ്പോൾ ശിവൻ ഉപദേശിച്ച ജ്ഞാനമാർഗത്തിൻ്റെ രഹസ്യം ഇതാണ്. സനകാദികൾക്ക് ഉപദേശിച്ച ജ്ഞാനമാർഗത്തിൻ്റെ രഹസ്യം ഇതാണ്. സത്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടി. എന്താണ് സത്യം? ഞാനുണ്ട്. ശിവമായ ഞാൻ എപ്പോഴും നിത്യനായി നിലകൊള്ളുന്നു. അങ്ങനെയുള്ള ആ സത്യബോധം ഉൾക്കൊള്ളുമ്പോൾ എന്ത് ഇല്ലാതാകുന്നു? ദേഹബോധം സത്യമല്ല എന്ന് മനസ്സിലാക്കുന്നു. ദേഹബോധം, അതായത് ഞാനെന്ന ഭാവം പൂർണ്ണമായി ഇല്ലാതായി ശിവോഹം എന്ന അവസ്ഥയിൽ ഞാൻ എത്തിച്ചേരുന്നു. അപ്പോൾ ഞാനെന്ന ഭാവം പൂർണ്ണമായി ദേഹബോധമാകുന്ന ഞാൻ നശിക്കാൻ വേണ്ടിയിട്ടാണ് ജ്ഞാനം ശിവൻ സനകാദികൾക്ക് ഉപദേശിച്ചത്. അപ്പോൾ ഈ ജ്ഞാനോപദേശത്തിലൂടെ നമ്മുടെ ദേഹബോധത്തെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും ഇല്ലാതാകുകയും ഞാൻ ശിവമാണ്, ശിവോഹം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതാണ് മാണിക്യവാചകർ ഈ അധ്യായത്തിൽ തിരുച്ചാഴലിൽ വ്യക്തമാക്കുന്നത്. ഇനി അടുത്ത ഭാഗം, പുതിയൊരു അധ്യായം നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓം ശിവായ നമഃ.